Good morning. Good morning, ma'am. Good morning, ma'am. ഇന്ന് പ്രയർ ആരാണ്? പ്രയർ ആരാണ്? പ്രയർ ആരാണ്? ഞാൻ ചൊല്ലാം. Good morning. Everything I will be, I give it to you, Lord, and do it thankfully. Everything I have, all you have given me, I give it to you, Lord, and do it thankfully. Every song I sing, every prayer I bring, everything I do is a gift to you. Thank you. Thank you. അപ്പൊ ഇന്ന് സൈൻ ആരാ പറയണേ? നിങ്ങൾക്ക് ടീം ലീഡേഴ്സ് ഉണ്ടോ? നമ്മുടെ MP4 ടീം ലീഡേഴ്സ് ഉണ്ടോ? ഈ പ്രയറൊക്കെ ആരാ പറയുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നൊക്കെ ഗ്രൂപ്പിലേക്ക് ഇടുന്ന ആരെങ്കിലും ഉണ്ടോ? ടീം ലീഡർ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ടീം ലീഡറിനെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു ആളെ സെലക്ട് ചെയ്യുക ടീം ലീഡർ ആയിട്ട്. അതെ, ആ കുട്ടിയായിരിക്കണം. ബാക്കി ഇന്ന് ആരാ പ്രയർ പറയേണ്ടത്, അതേപോലെ തന്നെ സൈൻ ഇൻ പറയേണ്ടത് ആരാണ്, സൈൻ ഔട്ട് പറയേണ്ടത് ആരാണ്, അതേപോലെ ടീച്ചേഴ്സ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ ടീം ലീഡർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളൊന്ന് സെലക്ട് ചെയ്തേക്ക്. നിങ്ങൾ അത് നല്ല ഒരു കാര്യമാണ്. കാരണം ബാക്കി എല്ലാ ബാച്ചുകളിലും ടീം ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരാണ് നമ്മള് എന്താ പറയാ അത് സെലക്ട് ചെയ്യണത്. കാരണം നമ്മൾ ക്ലാസ്സിൽ കയറിനേക്കാളും മുമ്പ് ആരാണെന്ന് പ്രയർ പറയേണ്ടത്, ആരാണ് സൈൻ ഔട്ട് ആവേണ്ടത്, സൈൻ ഇൻ പറയേണ്ടത്, സൈൻ ഔട്ട് ആവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ ഓൾറെഡി. ആ ആൾക്കാര് ലോഗിൻ ചെയ്തോ എന്നുള്ളത് അവർ ഉറപ്പുവരുത്തും. ഇനിയിപ്പോ ചെയ്തിട്ടില്ലാത്ത പക്ഷം ടീം ലീഡേഴ്സ് തന്നെയായിരിക്കും. അവർ ചെയ്തിട്ടില്ലെങ്കിൽ ടീം ലീഡേഴ്സ് അത് പ്രസിദ്ധീകരിക്കും. അതിൽ ഓരോ മാസവും ഓരോരുത്തർക്ക് ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ എന്തായാലും ഹാൻഡ് ഓവർ ചെയ്യും. 1 മന്ത് മതി എന്റെ പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. സൈനിങ് ആരാ പറയണേ? ഇഷ്ടമുള്ള ആൾക്ക് പറഞ്ഞോടെ. എന്നിട്ട് പേരില്ലേ? Ma'am. പറഞ്ഞോടോ. Hello, good morning everybody. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിനം നേർന്നുകൊണ്ട് സൈനിങ് ഓൺ സഹദൂന. താങ്ക് യു. ഷഹദീന മോൻ കുറെ നാളായിട്ട് കാണാറുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ട്രെയിനിങ്ങിന് കയറിയേക്കുമായിരുന്നു. ആണോ? കഴിഞ്ഞല്ലേ? എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മളൊരു ശരിക്കും അവിടെ ഒരു മിസ് പോലെയായിരുന്നു, നമ്മളൊരു ടീച്ചറിനെ പോലെയായിരുന്നു. നമ്മളൊരു വേർതിരിവ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല അവിടെ. എല്ലാവരുടെ കൂടെ തന്നെ നമ്മളെ കൂട്ടി. അതുപോലെ തന്നെ പിള്ളേർക്കാണെങ്കിൽ പിള്ളേരായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി. അങ്ങനെയൊക്കെ നല്ലൊരു ഇതായിരുന്നു നമുക്ക്. പിന്നെ നമ്മൾ പഠിച്ചല്ലോ നമ്മൾ പിള്ളേരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ മിസ് മുമ്പ് പറഞ്ഞു തന്നേണ്ടല്ലോ. അതുപോലെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. നല്ലൊരു ടീച്ചറിനെ പോലെ തന്നെ ആയി തന്നെ പറയാം. നമ്മള് 15 ദിവസം കൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ. അപ്പോ നമ്മള് ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യണ്ടായിരുന്നോ? ഞാന് സമയം കിട്ടണ അനുസരിച്ച് ഞാൻ റെക്കോർഡ് ക്ലാസ് കാണും. റെക്കോർഡ് ക്ലാസ്സും ഈ ലൈവ് ക്ലാസ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസം മനസ്സിലായില്ലേ? എനിക്ക് ലൈവ് ക്ലാസ് ഉണ്ടല്ലോ ഭയങ്കര മിസ്സാവുമായിരുന്നു. എനിക്ക് റെക്കോർഡ് ക്ലാസ് ഒട്ടും ഇഷ്ടമായില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുള്ള ഒന്നും നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഈ PDF വരുന്നത് സൂം ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ ഉണ്ടല്ലോ നമുക്ക് റെക്കോർഡ് ഈ ലൈവ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും അപ്പൊ ചോദിക്കാം. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവരും എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്യാലോ. അതൊന്നും നടക്കൂല.
പറയണമെന്ന് ഓർത്തേർന്നയാ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയണമെന്ന് ഓർത്തേർന്നേ ഞാൻ. ഓക്കെ, ഇപ്പൊ ഞാൻ കുട്ടികൾ കുറവാണല്ലോ ലൈവ് ക്ലാസ്സിൽ കയറുന്നത്, ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. അതിപ്പോ മനസ്സിലായി കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ എടുത്തത്? ലാസ്റ്റ് ക്ലാസ്സിൽ ഇതായിരുന്നവരത് പറഞ്ഞ എന്താ ക്ലാസ്സിൽ എടുത്തത്? നിങ്ങൾ എന്താ പിള്ളേര് ഒരു റെസ്പോൺസ് ഇല്ലാണ്ടിരിക്കണേ? സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താന്ന് എങ്ങാണ്ടാന്നാണ് പറഞ്ഞത്. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതെന്തോ പറഞ്ഞായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർവിഷൻ, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഇച്ചിരി തന്നായിരുന്നു. പഴയ ഗുഡ് മാനേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു 5 എണ്ണം. ഗുഡ് മാനേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടിയില്ലേ? 5 എണ്ണം, 5 തന്നു. 5 4 ക്വസ്റ്റ്യൻസ് തന്നു. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ആണ് കണ്ടു. സൂപ്പർവിഷൻ വരെ എടുത്തു എന്തായാലും. ഞാൻ ഗുഡ് മാനേഴ്സിന്റെയും ഈ ഒരു ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് കൂടെ ഒരുമിച്ച് തരാന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ട് സൂപ്പർവിഷനെയും കൂടി. കാരണം ഗുഡ് മാനേഴ്സിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നില്ല. അതുകൊണ്ട് പ്രിൻസിപ്പിൾസും പറഞ്ഞു ടീച്ചർ. പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തോ? കുറച്ച് ഫസ്റ്റില് 1-2 പോയിന്റ്സ് പറഞ്ഞു, അതാണ്. ഓക്കെ, ഞാൻ നമുക്കൊന്നുകൂടി ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒന്നും കൂടി പറയാം. എന്താണ് സൂപ്പർവിഷൻ? നിങ്ങൾക്ക് മനസ്സിലായത്? സൂപ്പർവിഷൻ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ളൊരു ഇത് ടീച്ചേഴ്സും എല്ലാവരും ഒരു സൂപ്പർവിഷൻ നടത്തണം. ഇതിന്റെയൊക്കെ ഒരു മേൽനോട്ടം എച്ച്.എമ്മും ഒരു സൂപ്പർവിഷൻ നടത്തണം. അങ്ങനെ എന്തൊക്കെയോ ഞാൻ മറന്നുപോയി. സൂപ്പർവിഷൻ ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ്. കുട്ടികളുടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുക. ടീച്ചേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പളോ കാണും. ഒരു സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്ലാനിങ് വേണം വ്യക്തമായിട്ട്. ടീച്ചേഴ്സും സൂപ്പർവൈസർ ആയിരിക്കുന്ന സന്ദർഭങ്ങൾ വരും. ടീച്ചിങ്ങും ലേണിങ്ങും നല്ല രീതിയിലാകാൻ സൂപ്പർവൈസിങ് വേണം. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൂപ്പർവിഷൻ ആണ്. നമ്മൾ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു. സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷൻ ഡിസിപ്ലിൻ. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒബ്സർവേഷൻ ജസ്റ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, നല്ലൊരു ലേണിംഗ് ടീച്ചിങ് അറ്റ്മോസ്ഫിയർ ആണോ നമ്മുടെ ക്ലാസ്സുകളിൽ ഉള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിസിറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ വിസിറ്റുകൾ നടത്താറുണ്ട്. മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഹെഡ് മാസ്റ്റേഴ്സ് ആണ്. ദെൻ ഇൻഡിവിജ്വൽ സൂപ്പർവിഷൻ പറഞ്ഞത് ഇൻഡിവിജ്വലി നമ്മൾ ആ ഒരു ടീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ക്ലാസ്സിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് സോൾവ് ചെയ്യും. ദെൻ ഒരു ഗ്രൂപ്പ് കോൺഫറൻസ് പോലെ എല്ലാ ടീച്ചേഴ്സിനെയും ഒരുമിച്ചിരുത്തി ടീച്ചേഴ്സിന് ആവശ്യമുള്ള ഗൈഡ് ലൈൻസും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? പരിഹരിക്കുകയും ചെയ്യും. ദെൻ നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ആണ്. Principle is always linked to the development of instructions in any school. അപ്പൊ നമ്മുടെ സൂപ്പർവിഷനിലെ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് നമ്മളുടെ ഡെവലപ്മെന്റ് എന്താണ്? ഡെവലപ്മെന്റ് ആയിട്ടൊരു എന്തുണ്ട്? ലിങ്ക് ഉണ്ട്. സൂപ്പർവിഷൻ എന്താണ്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് ആയിട്ട് ലിങ്ക് ഉണ്ട്. നമ്മുടെ പ്രൈമറി എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചറിനെ ഹെൽപ്പ്. The primary aim of the supervision is to help the teachers to become self-directive. സ്വയം നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട്, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കാനാണ് ഫസ്റ്റ്. പിന്നെ വന്ന പ്രിൻസിപ്പിൾ സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ. പരസ്പരം ഒന്നിന് അനുപാതമാണ് ഇത്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള കരിക്കുലം ഉണ്ട്, നല്ല ടീച്ചിങ് അല്ലെങ്കിൽ സിലബസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം പോരാ, അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് മാത്രം പോരാ, അത് സൂപ്പർവൈസ് ചെയ്യണം. നമ്മൾ എന്താണ് സൂപ്പർവൈസ് ചെയ്യണം? കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ കറക്റ്റ് ആയിട്ടാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നെല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഗുഡ് സൂപ്പർവിഷൻ ഇസ് എ ഡെമോക്രാറ്റിക്, ക്രിയേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ്. ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാധിപത്യമായിട്ടും അതേപോലെ ക്രിയേറ്റീവ്, ഓരോ കുട്ടികളുടെയും എന്താ പറയാ സൃഷ്ടിപരമായിട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ്, അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത്
കോൺട്രിബ്യൂട്ട് സ്കൂളിൽ അവരുടെ കയ്യിൽ നിന്നുള്ള സംഭാവനയും കൂടി വന്നാൽ മാത്രമേ നല്ലൊരു സൂപ്പർവിഷൻ ആയി എന്ന് പറയാൻ പറ്റും. നമ്മളിങ്ങനെ പറയുന്നു കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യണം, ഇന്നത് കാര്യങ്ങൾ ചെയ്യണം എന്നത് നമ്മളിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കാണ്. നിങ്ങൾ ആരും അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവർ സൂപ്പർവിഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ അവർ ഫോളോ ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കിയാൽ മാത്രമേ അവിടെ എന്ത് നടക്കുന്നുള്ളൂ? ഗുഡ് സൂപ്പർവിഷൻ നടക്കുന്നുള്ളൂ. A good supervision helps the teachers to develop skill in discovering and analyzing the pupils' needs. ഈ ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കില്ല് എന്തൊക്കെയാണ് ഡിസ്കവർ ചെയ്യുന്നത്. മിക്ക കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ പറയും ഒരു കഴിവില്ലാത്ത കുട്ടിയാണ് കുട്ടി എന്ന് പറയും. പക്ഷെ അവനായിരിക്കും ഭാവിയിൽ ഏറ്റവും നല്ല ചിലപ്പോൾ ഒരു ചിത്രകാരനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ കഥാകൃത്തൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ അവരുടെ സ്കിൽ എന്താണെന്ന് ഡിസ്കവർ ചെയ്യണം. ഒരിക്കലും ഒരു കുട്ടീനെയും നമ്മൾ എന്ത് ചെയ്യരുത്, നിരുത്സാഹപ്പെടുത്തരുത്. ചിലപ്പോൾ അവൻ പഠിക്കാൻ കുറച്ച് വീക്കായിരിക്കും. ചില ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്ന കാര്യം വെച്ചിട്ടായിരിക്കും കുട്ടികളെ കമ്പയർ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കുട്ടികളെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ കഴിവ് എന്താണ്, അവരുടെ സ്കിൽ എന്താണ്, അത് ഡിസ്കവർ ചെയ്യാനും അത് വെച്ചിട്ട് കുട്ടികളെ അനലൈസ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാനാണ് ഒരു ഗുഡ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ചെയ്യേണ്ടത്. Supervision gives the teachers security and improve confidence in their capacity to solve problems. നമ്മൾ നല്ല സൂപ്പർവിഷൻ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ടീച്ചേഴ്സ് സൂപ്പർവൈസ് ചെയ്യണമെങ്കിൽ ചെറിയൊക്കെ എന്താ പറയാ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ നൽകെടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാം. അപ്പൊ അവരത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് അനുസരിക്കുകയും ചെയ്യും. നോക്കാം. ഇനി സൂപ്പർവിഷണറി ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഹാരിസ് 1984 കുറച്ച് സൂപ്പർവൈസറി പ്രാക്ടീസ് സ്കൂൾ ഓഫ് തോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. മോണിറ്ററിങ് എന്ന് വെച്ചാൽ നിരീക്ഷണമാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിടയ്ക്ക് നമ്മൾ നിരീക്ഷിക്കണം. അത് പ്രോപ്പർ ആയിട്ടാണോ അത് ചെയ്യുന്നത്, അത് ഇവാലുവേറ്റ് ചെയ്യാം. അതേപോലെ അവർ എന്തൊക്കെ പ്രോപ്പർ ആയിട്ടാണ് അത് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, വാല്യൂ ചെയ്യാം. ദെൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മോറൽ ബിൽഡിംഗ്. നമ്മൾ ആ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ കുട്ടികളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ദെൻ ചേഞ്ച് ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. ഇതിന് ഭാഗമായിട്ട് നമ്മൾ കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കി, എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു ബെറ്റർ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. നമുക്ക് നോക്കാം കേട്ടോ. മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് മോണിറ്ററിങ്. മോണിറ്ററിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരീക്ഷിക്കുക എന്നർത്ഥം. ഇൻസ്പെക്ടിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. മോണിറ്ററിംഗ് നിരീക്ഷിക്കുക. ഇൻസ്പെക്ടീവ് എന്ന് വെച്ചാലും സെയിം മീനിങ് ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം. നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യാന്നുള്ളത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ആര് സൂപ്പർവൈസ് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ഇറ്റ് എംഫസൈസ് ടെസ്റ്റിംഗ്, അതേപോലെ ഇവാലുവേറ്റിംഗ്, ഡിസ്ക്രിപ്റ്റൻസി അനാലിസിസ്, ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. അതേപോലെ തന്നെ അവരുടെ പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാം. അവർ ചെയ്യുന്ന വർക്ക് അതിൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തതിന് ശേഷം ആ പൊരുത്തക്കേടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടാകും കുട്ടികൾ. ചിലപ്പോൾ വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാനുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കാം. ദെൻ പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് മോറൽ ബിൽഡിംഗ്. It emphasizes human relationship and moral building. ഇത് എന്തിന് കാരണമാവുന്നത്, ഗുഡ് സൂപ്പർവിഷൻ നമുക്ക് മാനുഷിക ബന്ധം ഡെവലപ്പ് ചെയ്യാനായിട്ട്, പീപ്പിൾസ് ആയിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ധാർമ്മികത നിർമ്മിക്കാനും നമുക്ക് കുറച്ചും കൂടി എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It emphasizes informal relationship and moral building. അപ്പൊ ഇത് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. ഇപ്പൊ ചില കുട്ടികൾക്ക് ഒരു ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ ടീച്ചറിനോട് നമുക്കൊരു
സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നും. കാരണം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല ബോണ്ടായിരിക്കും. കുറച്ച് നാളത്തേക്കാണ് ആ ടീച്ചർ വന്നെങ്കിലും അല്ലെങ്കിൽ ഒരു അവറൊക്കെ ഉള്ളെങ്കിൽ പോലും നമുക്ക് ആ ടീച്ചറിനോട് വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു എന്താ പറയാ, അതുവഴി നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ്, ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആ ടീച്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് emphasize informal relationship, sensitivity to need, promoting personal development, removing constraints, maximizing freedom of the action. അപ്പൊ നമുക്കൊരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സെൻസിറ്റിവിറ്റി, നമ്മുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും തെറ്റുകളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് പറഞ്ഞു തരാനും അത് ഇങ്ങനെയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടാവും. റിമൂവിങ് കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ റിമൂവ് ചെയ്യാൻ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെയൊക്കെ ലക്ഷ്യത്തിലേക്ക് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ആ തടസ്സങ്ങൾ ചെറിയ തോതിലെങ്കിലും നമുക്ക് ടീച്ചേഴ്സിന് റിമൂവ് ചെയ്യാൻ പറ്റും. മാക്സിമൈസിങ് ദ ഫ്രീഡം ഓഫ് ദ ആക്ഷൻ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തി ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാനേജ്മെന്റിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തുക. Create the process of management is it concentrates planning, designing, building, stimulating, goal setting, promoting the environment for better institutional practice. നമ്മളൊരു സ്കൂളിൽ ടീച്ചിങ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വിചാരിക്കും. കുട്ടികൾ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് മാത്രം നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. അതെല്ലാം എവിടെയോ അടച്ചു പൂട്ടി വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അവർ ഇപ്പൊ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ഒന്നും കാണിക്കാതെ അവർക്ക് എന്താണ് ഇഷ്ടം. ചില സ്കൂളുകളിലൊന്നും പിള്ളേർക്ക് ടൈം പോലും കൊടുക്കാറില്ല. ആ സമയം പോലും ടീച്ചേഴ്സ് മാത്സ് ക്ലാസ്സോ അങ്ങനെ മറ്റേതെങ്കിലും ക്ലാസ് ഒക്കെയാണ് എടുക്കാറ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കണം. അതേപോലെ തന്നെ പ്ലാനുകൾ തയ്യാറാക്കണം. പ്ലേ ടൈം കൊടുക്കാൻ നല്ലതായിരിക്കും. അതേപോലെ മ്യൂസിക് ടൈം, മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് അങ്ങനെ മ്യൂസിക്കിലേക്ക് പോകാൻ പറ്റും. സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് സ്പോർട്സിന് പോകാൻ പറ്റും. അങ്ങനെ അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാം. പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തതിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തതിൽ നമുക്ക് ഒരുപാട് വലിയ പങ്ക് വഹിക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ്, ഒരു നല്ല എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. നല്ല ഒരു എന്താ പറയാ, നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയി മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർവിഷനും സൂപ്പർവിഷണറി ഫങ്ഷൻ എന്താന്ന് വായിക്കാം. എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ് എന്നാണ് പറഞ്ഞത്, ഇൻസ്ട്രക്ഷൻ എന്നാണ് കേട്ടോ. ഞാനിപ്പോ ടെസ്റ്റ് നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിപ്പോയി. ഇൻസ്ട്രക്ഷൻ പ്രാക്ടീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ അവർക്ക് അവരുടെ കഴിവ് എന്തൊക്കെയാണെന്ന് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് ബെറ്റർ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. മെച്ചപ്പെട്ട ഒരു എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പരിശീലിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ.
ഓക്കെ, ഇനി ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം നമ്മൾ റിപ്പോർട്ടിംഗ് ആണ് എടുക്കുന്നത് കേട്ടോ, എന്നിട്ടാണ് പ്രിൻസിപ്പിൾസ് പറയുന്നത് കേട്ടോ. റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. റിപ്പോർട്ടിംഗ് പറഞ്ഞതിന് ശേഷം പ്രിൻസിപ്പിൾസ് പറയുന്നത് മുകളിലായി പോയി. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? റിപ്പോർട്ടിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളിത് ആദ്യത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സെഷനിൽ പറയുന്നത്. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സെഷൻ? മനസ്സിലായോ? റിപ്പോർട്ടിംഗ് പറഞ്ഞിട്ടാണ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഒന്ന് ആ പ്രിൻസിപ്പിൾസ് ഒന്ന് താഴത്തേക്ക് ഒരു ആരോ മാർക്ക് പോലെ എങ്ങനെയാ മറ്റൊരു നോക്കട്ടെ. ഇത് ഇവിടേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു പച്ച കളറുള്ള ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ എന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് മൊത്തമായിട്ട് എവിടേക്ക് വരുന്ന ഇവിടെ വരുന്നതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, അത് എന്തോ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് താഴത്തേക്ക് ആക്കിട്ടോ കേട്ടോ. ഒരു ആരോ മാർക്ക് ഇങ്ങനെ വരച്ച് കറക്റ്റ് ആയിട്ട്. ഞാൻ ആരോ മാർക്ക് വരച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഓക്കെ, ഇവിടെ വന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. വായിച്ചു വെക്കാം, പ്രിൻസിപ്പിൾസും സൂപ്പർവൈഷണറി ഫങ്ഷനും വായിച്ചു വെക്കാം. ചോദിച്ചില്ല, വായിച്ചു വെക്കാം എല്ലാവരും. വായിച്ചു നോക്കി എല്ലാവരും. ആരും വായിച്ചു നോക്കിയില്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷനും സൂപ്പർവിഷണറി ഫങ്ഷനും വായിച്ചു നോക്കിയാം. ആരും വായിച്ചു നോക്കിയില്ലേ നിങ്ങൾ കുട്ടികളെ? ചോദിക്കണം കേൾക്കാൻ പറ്റുന്നില്ലേ? മ്യൂട്ടാണേ. വായിച്ചിട്ടില്ല അല്ലേ? കംപ്ലീറ്റ് ആയില്ല. ഞാൻ നെക്സ്റ്റ് പോർഷൻ എടുത്തിന് വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞേട്ടോ. വായിച്ചോ, വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, എന്നാലും നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ. കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ലാസ്റ്റ് പോർഷനിൽ, ഞാൻ പറയാം. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് താഴെ കണ്ടു വരണം. ദെൻ ഞാനത് മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത്രയും പാരഗ്രാഫിലെ ഏത് ഈ ഇറ്റ് ആക്ട്സ് ഇത് മുതൽ ഇവിടം വരെ ഇത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. വേണ്ട, നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കും. കാരണം റിപ്പീറ്റ് ആണ് ഈ പാരഗ്രാഫ് റിപ്പീറ്റ് ആണ്. ഇത് സൂപ്പർവിഷന്റെ ഫംഗ്ഷൻ പ്രിൻസിപ്പിൾ എന്ന് വന്നതാണ്. അപ്പൊ അത് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് സൂപ്പർവിഷന്റെ ഫംഗ്ഷൻ എന്തോ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്കോ ടൈപ്പിംഗ് മിസ്റ്റേക്കോ ആണ്. ഞാൻ അത് വെട്ടിക്കളഞ്ഞേക്ക്. ശരി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്, ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അങ്ങനത്തെ പോർഷൻ ഇല്ല. അപ്പൊ അതൊന്നും വെട്ടിക്കളഞ്ഞേക്കോ. എന്ത് ചെയ്യാതെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒന്നും വെട്ടിക്കളഞ്ഞേക്കും കേട്ടോ. ഓക്കെ, നമുക്ക് എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയാം. സൂപ്പർവിഷൻ മാത്രമാണോ? ഇല്ല. നമ്മള് ഈ കാര്യങ്ങള് ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ള ഹെഡ് മാസ്റ്റേഴ്സ്, അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ഈ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ഇൻഫോം ചെയ്തതായിട്ട് വരുന്നുണ്ട്. ഇത് കീപ്പിംഗ് ടു ഹോം the executive responsible is informed as to what is going on. എന്താണ് സംഭവിക്കുന്നത് എന്നത് നമ്മൾ വെച്ചാല് താഴെയുള്ളവർ സബോർഡിനേറ്റ്സ് നമ്മൾ എക്സിക്യൂട്ടീവ്സിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. Keeping himself and his subordinate informed through records, through research and analyze. അപ്പൊ നമ്മൾ സാധാരണ വെറുതെ പോയി ഇൻഫോം അല്ല ചെയ്യേണ്ടത്. നമ്മൾ റെക്കോർഡുകൾ യൂസ് ചെയ്ത് നമ്മൾ ഇൻഫോം ചെയ്യുമ്പോൾ എഴുതി വേണം, നമ്മൾ അത് റിട്ടേൺ ആയിട്ട് എഴുതി തയ്യാറാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്, അവരോടത് ഇൻഫോം ചെയ്യാനായിട്ട്. റിസർച്ച് ആൻഡ് അനലൈസ്, നമ്മളത് കാര്യങ്ങൾ പഠിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യണം, സുപ്പീരിയറിന്റെ അടുത്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്ത് നമ്മളത് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പ്രശ്നം അവിടെ എഴുതുന്നത് മനസ്സിലായി. അപ്പൊ അതെന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ആദ്യം എഴുതും. അതിനെക്കുറിച്ച് പഠനം നടത്തും. അവിടുത്തെ പ്രശ്നം എന്താണ്, കുട്ടികളിൽ എന്തുകൊണ്ടാണ് അവര് ആക്റ്റീവ് ആവാത്തത്. ചില ക്ലാസ്സുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആവാതെ ലേസി ആയിട്ടിരിക്കുന്ന കുട്ടികളെ കാണും. അപ്പൊ നമുക്ക് മനസ്സിലായി കുട്ടികൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അത് ഒബ്സർവ് ചെയ്യും. അപ്പൊ അവർ ആക്റ്റീവ് അല്ല, കുട്ടികൾ ആരും സംസാരിക്കുന്നില്ല, കളിക്കുന്നില്ല, ചിരിക്കുന്നില്ല. അപ്പൊ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കുട്ടികൾക്ക് തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേറ്റബിൾ ഇഷ്യൂ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പ് എക്സിക്യൂട്ടീവ്സിനോട് അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മളത് എന്താണ് പ്രശ്നമെന്ന് പഠിക്കും. അതിനെക്കുറിച്ച് റിസർച്ച് നടത്തും. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഫുൾ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, ഫുൾ ടൈം ഔട്ട് ക്ലാസ് ആണ്. ഇപ്പൊ 5 hours ഡേ ഉണ്ടെങ്കിൽ ആ 5 hours നമുക്ക് ക്ലാസ് ആണ്. PT അവറോ അല്ലെങ്കിൽ എന്താ പറയാ റിക്രിയേഷണൽ അവറോ ആർട്സിന്റെയോ അങ്ങനെ ഒന്നും അവർക്ക് അവറുകളില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്ന് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ആ ക്ലാസ് കണ്ട് ഞാനത് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ എന്താണ് ഇന്റർവെല്ലിന് പോകാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ അങ്ങനെ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടികളാണെന്ന് മനസ്സിലായി. ഞാനത് എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി അത് അനലൈസ് ചെയ്തു. അതിന്റെ പ്രോബ്ലം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ്സ്, ഇത് പീരീഡ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്, ഹെഡ് മാസ്റ്ററും അതേപോലെ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആ എക്സിക്യൂട്ടീവിനോടൊപ്പം ഞാൻ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഓക്കെ, ആ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അവിടെ തീരുന്നില്ല. ഇനി അടുത്ത പ്രശ്നം എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് നമ്മൾ എന്താണ് കണ്ടത്. Reporting should be objective and impartial.
ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വസ്തു അനിശ്ചിതമായിരിക്കണം. അതേപോലെ ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ളതായിരിക്കണം. ചിലപ്പോൾ നമ്മളുടെ ഈ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പോകാൻ താല്പര്യം ഉണ്ടാവും, അവർക്ക് PT അവർ ഉണ്ടാവും. പക്ഷെ എന്താണ് ചില ടീച്ചേഴ്സ് അവരുടെ താല്പര്യം കൊണ്ട് അവരെ കളിക്കാനൊന്നും വിടാണ്ട് അവരെന്ത് ചെയ്യും ക്ലാസ് എടുക്കും. അങ്ങനത്തെ കാര്യം നിഷ്പക്ഷമായിട്ടുള്ള കാര്യം എന്താണോ എന്നുള്ളത് ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ്സ് ഷുഡ് നോട്ട് പ്ലേ എ റോൾ ഇൻ മോട്ടിവേഷൻ. അപ്പൊ ഇമോഷൻസും സെന്റിമെന്റ്സും എന്ത് മോട്ടിവേഷനിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നില്ല. ഇതിൽ ഇമോഷൻസോ സെന്റിമെന്റ്സോ നമ്മൾ നോക്കാൻ പാടില്ല. എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് നോക്കി അത് നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Reporting is not only explanatory and instructional, spelling mistake undalla, instructional, but also correctional and motivational. Reporting എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് എക്സ്പ്ലനേറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ അല്ല നമുക്ക് വേണ്ടത്, അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ അത് മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Reporting is done by the superior to the subordinate and vice versa. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? superior to subordinate ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. superiors സബോർഡിനേറ്റ്സിനോടും സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കുന്നെങ്കിൽ superiorനോട് നമ്മൾ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്താണ് അവിടെ പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നമ്മൾ മിസ്റ്റേക്കിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിന്റെ മീനിങ് ആണ് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ കിടക്കുന്നത്. Giving the executive responsible is informed as to what is going on. എന്താണ് അവിടെ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ്സിനോട്, ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനോട് അതെന്ത് ചെയ്യാം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? റിപ്പോർട്ടിംഗ് എന്ന് പറയും. ആൻഡ് കീപ്പിംഗ് ഹിംസെൽഫ് ആൻഡ് സബോർഡിനേറ്റ് informed through records, research, analyze. സാധാരണ മാത്രമല്ല ചെന്ന് കാര്യം പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ച് അത് അനലൈസ് ചെയ്ത് അത് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ സബോർഡിനേറ്റ്സ് ആരോട് എക്സിക്യൂട്ടീവ്സിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. റിപ്പോർട്ടിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്തു, അതിന് പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് വെറുതെ ഇരിക്കല്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് അവിടുത്തെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തിയും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വസ്തുനിഷ്ഠിതമാണ്. എന്ന് വെച്ചാൽ എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് കറക്റ്റ് ആയിട്ട് നമ്മളത് എന്ത് ചെയ്യണം, കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ നിഷ്പക്ഷമാണ്. റിപ്പോർട്ടിംഗ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ. പിന്നെ നമ്മൾ ഇമോഷൻസോ സെന്റിമെന്റ്സിനോ വികാരങ്ങൾക്കോ ഒരു റോളും എവിടെ ഇല്ല റിപ്പോർട്ടിങ്ങിന്റെ കാര്യത്തിലില്ല. നമുക്ക് ഒരാളെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരെ നമ്മളത് പോയി കാര്യങ്ങൾ ടോപ്പിൽ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ടിംഗ് ഈസ് നോട്ട് ആൻ എക്സ്പ്ലനേറ്ററി. റിപ്പോർട്ടിംഗ് എന്നത് വിശദീകരണമോ അല്ലെങ്കിൽ അങ്ങനെ വിശദീകരണത്തിന്റെ കാര്യങ്ങളല്ല, അത് കറക്ഷൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അത് കറക്റ്റ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക. റിപ്പോർട്ടിംഗ് ഇസ് ഡൺ ബൈ ദ സുപ്പീരിയേഴ്സ് ടു ദ സബോർഡിനേറ്റ് ആൻഡ് വൈസ് വെർസ. നമ്മള് മെയിൻ ഉദ്യോഗസ്ഥർ ടോപ്പ് ആൾക്കാരുള്ള എക്സിക്യൂട്ടീവ്സിന്റെ അടുത്തേക്കായിരിക്കും സബോർഡിനേറ്റ് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ആ റിപ്പോർട്ട് ചെയ്ത കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സുപ്പീരിയർ ടു ദ സബോർഡിനേറ്റ് ആൻഡ് വൈസ് വെർസ എന്ന് പറയുന്നത് തിരിച്ചെന്നുള്ള അർത്ഥമുണ്ട് വരുന്നത്. ഈ റിപ്പോർട്ടിംഗ് ഒന്ന് വായിച്ചു, ഇവിടെ ഒത്തിരി കുറച്ച് കൂടുതൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതൊന്ന് തെറ്റൊന്ന് നന്നായിട്ട് തിരുത്തിയിട്ട് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാടാ? മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മിസ് എന്തോ പറഞ്ഞില്ലായിരുന്നോ, ഒന്ന് വെട്ടിക്കളയാൻ പറഞ്ഞില്ലായിരുന്നോ? അത് ഏതാന്ന് ഒന്നും കൂടി പറയോ? വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നേ, അത്ര വെട്ടിക്കളയാൻ പറഞ്ഞത് കേട്ടല്ല. നോക്കിയടാ, ഇത്രയും പോർഷൻസ് ഇത് ഞാൻ മാർക്ക് ചെയ്ത
ഇമേജ് മോൻ കാണുന്നുണ്ടോ? കാണാം. അത് വെട്ടിക്കളയണം. അത് വേണ്ട നമുക്ക്. കാരണം ഒരു പാരഗ്രാഫ് റിപ്പീറ്റ് ആണ്. മറ്റേ അതിന്റെ മുകളിലത്തെ പാരഗ്രാഫ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ ഒരു കാര്യമാണത്. അത് വേണ്ട നമ്മള്. അത്രയും ഒന്ന് വെട്ടിക്കളയട്ടോ. എല്ലാരും വെട്ടിക്കളഞ്ഞോ? ഒന്ന് വായിച്ചും കൂടി നോക്കിക്കോട്ടോ. കുറച്ച് കൂടുതൽ കുട്ടിക്കുള്ള ഒരു പോർഷനാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എല്ലാരും വായിച്ചു നോക്കിയാ ഓക്കെ അല്ലേ? ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടെ. യൂണിറ്റ് 10 മാൻ ആൻഡ് എൻവയോൺമെന്റ് കുറച്ച് പോർഷൻസ് എടുത്തോട്ടെ. ടൈം ഉണ്ട്, ഞാൻ ഇന്ന് ഈ ഒരു പോർഷൻ തീർക്കാന്ന് എടുത്തോട്ടെ ഞാൻ. അത് കുറച്ച് സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മള് മാനും എൻവയോൺമെന്റും തമ്മിലുള്ള നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. ചാപ്റ്റർ ഇട്ടിട്ടില്ല കേട്ടാ, അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് അറിയാവുന്നതാണല്ലോ മാനും എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ. നമ്മള് എന്താണ്, നമ്മളെല്ലാവരും പ്രകൃതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റിസോഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, നമുക്ക് ആവശ്യത്തിനുള്ള ഭൂരിഭാഗം റിസോഴ്സ് നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ പ്രകൃതി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ അതൊന്നും എടുത്തു വെക്കുക കേട്ടോ. മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്തുണ്ട്, പ്രകൃതിയിൽ നിന്ന് ഒരുപാട് റിസോഴ്സ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ്? നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ, എയർ, എന്താ പറയാ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അതേപോലെ നമുക്ക് ലിവ് ചെയ്യാനുള്ള ഹാബിറ്റാറ്റ്, അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ആര് തരുന്നുണ്ട്, നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. നമ്മൾ തിരിച്ചെന്താ ചെയ്യുന്നത് പ്രകൃതിനെ? നമ്മൾ തിരിച്ചെന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹിക്കുകയല്ലേ ചെയ്യണേ, തിരിച്ചു ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാവോ? നമുക്ക് ഇത്രയും കാര്യങ്ങള് വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ജീവൻ ഒരു കുറച്ച് നേരത്തെങ്കിലും കുറച്ച് നേരത്തെ എന്താ പറയാ ടൈമെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും നമ്മുടെ ഗ്രഹത്തിൽ മാത്രമേ എന്തുള്ളൂ, നാളത്തെ പഠനത്തിൽ ജീവൻ നിലനിൽക്കുന്ന ആകെ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ലോകത്ത് മാത്രമാണ്. നമുക്ക് അത്രയും, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമി നമുക്ക് അത്രയും ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പൊല്യൂഷൻ ആണ്. വലിയ ഫാക്ടറി എന്നൊക്കെ എന്താണ് എയർ പൊല്യൂഷൻ, അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ. ഞാനൊക്കെ ഗ്രാമങ്ങളിലാണ്, ഇവിടെ അത്രയ്ക്കും പ്രശ്നമില്ല, എന്നാലും പൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന ആൾക്കാർ റോഡിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം
എന്റെ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പാണ്. കാരണം ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ തന്നെ പഠിച്ചതും വളർന്നതും പഠിക്കാൻ വേണ്ടി മാത്രം കുറെ നാൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗ്രാമമാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഭയങ്കര നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഭയങ്കര പച്ചപ്പാണ്. ഫുൾ സ്ഥലത്ത് ഇപ്പൊ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫുള്ളും എന്താണ് പച്ചപ്പാണ്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ കുറച്ചായി കഴിഞ്ഞപ്പോ ഇപ്പൊ കുറച്ചും കൂടി വീടുകളൊക്കെ വന്നപ്പോ ഒരു വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, റോഡിലൊക്കെ കൊണ്ടുവന്നിടാൻ തുടങ്ങി. അതെന്താണ്, ലാൻഡ് പൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ പഠിക്കാൻ പോയത് പുറത്താണ് പറഞ്ഞു, എറണാകുളത്ത് പഠിക്കാനാണ് പോയത്, കലൂര്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വരുമ്പോ സാധാരണയായിട്ട് ഒരു ഏലൂര് ഭാഗം വഴി വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏലൂരൊക്കെ ഭയങ്കര ഫാക്ടറീസ് കൂടുതലാണ്. അപ്പൊ ഞാൻ ആ വഴി വരുമ്പോ എന്താ കാണുന്നതെന്ന് വെച്ചാൽ പുഴയുണ്ട്. ഒരു പാലം താഴെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ ഇതുവരെ ഞാൻ ക്ലീൻ ആയിട്ട് വാർത്തതല്ല. ഒന്നില്ലെങ്കിൽ ഒരു എന്താ പറയാ ഓയിലിന്റെ കളറായിട്ടും ആ വെള്ളത്തിന്, അല്ലെങ്കിൽ ഒരു ചുമപ്പ, അല്ലെങ്കിൽ ഒരു മഞ്ഞ. ഞാൻ ആ ഒരു ഭാഗത്തില് നല്ല തെളിഞ്ഞ വെള്ളം എപ്പോഴാ കണ്ടേന്ന് അറിയാമോ? ഞങ്ങളുടെ ഇവിടെ വെള്ളപ്പൊക്കം വന്നു, ഫ്ലഡ് വന്നു 2018 എന്താണ് ഫ്ലഡ് സംഭവിച്ചു. ഫ്ലഡ് സംഭവിച്ചപ്പോ എന്താ സംഭവിച്ചത്, ആ ഒരു ഭാഗത്തുള്ള എല്ലാ മലിനമായിട്ടുള്ള വെള്ളവും പോയി. ആ ഒരു ഭാഗത്ത് കറക്റ്റ് നമുക്ക് താഴത്ത് ആഴം വരെ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ അത്ര ക്ലിയർ ആയിട്ടുള്ള, അത്ര പ്യുവർ ആയിട്ടുള്ള വെള്ളം. ഞാൻ വിചാരിച്ചു അയ്യോ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു ഈ വഴി ഒഴുകുന്നത്. ഇവിടെ ആ ഭാഗത്ത് വെച്ചാൽ അത്രയും ഫാക്ടറീസ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും മാലിന്യങ്ങൾ എങ്ങനെ തള്ളണത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പുഴയിലേക്കാണ്. അതേപോലെ തന്നെ ചില കനാലുകൾ ഉണ്ട് എറണാകുളത്ത്. സിറ്റിയിലായതുകൊണ്ടാണ് അതിന് എക്സാമ്പിൾ പറയുന്നത്. ചില കനാലുകൾ, കനാലുകളുടെ അടുത്ത് തന്നെ 2-3 ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ലിസി ഹോസ്പിറ്റലും അതേപോലെ തന്നെ PVCO അങ്ങനെ അങ്ങനെ 2-3 ഹോസ്പിറ്റല്. ഈ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് കൂടിയാണ് ഈ കനാലുകൾ പോകുന്നത്. അപ്പൊ കനാലുകൾ പോകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെള്ളത്തെക്കാളും കഷ്ടാണ് ആ കനാലിലെ വെള്ളത്തിന്റെ അവസ്ഥ. അതേപോലെ മെഡിക്കൽ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അവരെന്ത് ചെയ്യും, ഈ കനാലിലേക്ക് തള്ളും. അപ്പൊ അവർ പ്രോപ്പർ ആയിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെന്താണ്, വാട്ടർ പൊല്യൂഷൻ ആണ്. പിന്നെ പറഞ്ഞത് എന്താണ്, ഭയങ്കരമായിട്ട് ഈ വെഹിക്കിൾസിൽ നിന്നൊക്കെ ഉള്ള പുക മൂലം നമ്മുടെ ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എയർ പൊല്യൂഷൻസ് സാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെഹിക്കിൾസിന്റെ കാര്യം, കൂടുതലായിട്ടുള്ള ഉപയോഗം, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 20 ബൈക്ക് പോകുന്നതാണോ എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നത്? ഒരു ബസ്സിൽ 20 പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നതാണ് എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നത്. ഇങ്ങനെയാണ് 20 വണ്ടി പോകുമ്പോ ആ 20 ബൈക്കിൽ നിന്നുള്ള എന്താ പറയണ ആ ഒരു മലിനമായിട്ടുള്ള എയർ അറ്റ്മോസ്ഫിയറിലേക്ക് വരണം. അതേസമയം ഒരു ബസ് പോകുമ്പോ അത്രയും പാസഞ്ചേഴ്സിനെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഏതാണ് പ്രകൃതിനെ സംബന്ധിച്ച് നല്ലത്? പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ് നല്ലത്. കാരണം അവിടെ നമ്മൾ ഈ വണ്ടികളുടെ എണ്ണം കുറയ്ക്കുന്നു, അതേപോലെ പൊല്യൂഷൻ കുറയുന്നു. അപ്പൊ ഒരുപാട് കാരണം കൊണ്ട് എന്ത് വരുന്നുണ്ട്, എയർ പൊല്യൂഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നടന്നില്ലേ, ഓർമ്മയുണ്ടാ? ആ സമയത്ത് ആർക്കെങ്കിലും കഫക്കെട്ടെന്നോ ചുമയെന്നോ പനിന്നല്ല ചുമ അതേപോലെ ഇതിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ കൊറോണ കഴിഞ്ഞതിന് ശേഷം, 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ തന്നെ നമ്മളെ ഇൻഫെക്ഷൻ വന്നു. അങ്ങനെയൊക്കെയല്ലേ പറയണത്. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ പ്രകൃതി അത്ര എന്തല്ല, എയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ അല്ല, ഒരുപാട് മലിനപ്പെട്ട എയർ ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. അപ്പൊ അതുമൂലം നമുക്ക് ഒരുപാട് കോൺസിക്വൻസസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എയർ പൊല്യൂഷൻ പറഞ്ഞു, ലാൻഡ് പൊല്യൂഷൻ പറഞ്ഞു, വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു. ദെൻ നമ്മള് ചില ഭയങ്കരമായിട്ടില്ലേ ഈ ലൗഡ് സ്പീക്കറിലൊക്കെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് ഭയങ്കര ഇതായിരിക്കും, ഒരു മുഴക്കം പോലെ തോന്നും. അതേപോലെ തല ഭയങ്കര വേദന എടുക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഈ തലവേദന ഒരുപാട് സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ? എനിക്കുണ്ട് മാം, തലവേദന എടുക്കും. ഭയങ്കരമായിട്ട് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിലൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് വെച്ച് നെഞ്ചത്തൊക്കെ പറഞ്ഞ് ഇടിക്കും. ഒത്തിരി സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിക്കൊക്കെ ഒരുമാതിരി ഒരു എന്താ പോലെ ചെവിയൊക്കെ, തലയൊക്കെ നല്ല വേദനയായിരിക്കും ആ സമയത്ത്. ഓക്കെ. അപ്പൊ അതെന്താണ്,
നമുക്ക് സൗണ്ട് പൊല്യൂഷൻ ആണ് മാക്സിമം നമ്മൾ കുറയ്ക്കുക. അതേപോലെ ഹോണിന്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ഉള്ള എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് റോഡ് സൈഡിലാണ്. എന്റെ വീട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള പ്ലേസ് ആണ്. വണ്ടികൾ പോയതിന്റെ സൗണ്ട് പോലും കേൾക്കില്ല എന്റെ വീടിന്റെ അടുത്ത്. ഫുള്ളും പറമ്പുകളും പിന്നെ കുറെ മരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ വീട്. ഫുൾ പറമ്പുകളാണ്. അത് കഴിഞ്ഞിട്ടാണ് വണ്ടികളുടെ സൗണ്ട് ഒന്നും കേൾക്കില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഒരു റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഒരു വളവും കൂടിയാണ്, വീടിന്റെ ഒരു വളവാണ്. ആര് പോയാലും ഭയങ്കര ഹോണടിയാണ്, എപ്പോഴും ഭയങ്കര ഹോണടി, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമുക്കത്. അപ്പൊ അത് ഹോണിന്റെ സൗണ്ട് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അത് എന്താണ് സൗണ്ട് പൊല്യൂഷൻ ആണ്. അതേപോലെ തന്നെ എന്തുണ്ട് നമ്മളെന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിരോഷിമയിലൊക്കെ എന്താ സംഭവിച്ചത്? ന്യൂക്ലിയർ വാർ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അപ്പൊ റേഡിയേഷൻ പുറപ്പെടുവിച്ച് ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാൻ പോവാണ്. ഒരു പോസ്റ്ററാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ചാർട്ടില് നമ്മളുടെ എൻവയോൺമെന്റ് ഫേസ് ചെയ്യുന്ന എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും കൂടി കാണിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റർ, എന്നിട്ട് എന്ത് കൊടുക്കണം? നമ്മൾ പോസ്റ്റർ കൊടുക്കാറില്ല, സേവ് എർത്ത് അല്ലെങ്കിൽ സേവ് എൻവയോൺമെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ്, വാട്ടർ സേവ് എൻവയോൺമെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പൊ പിള്ളേര് ചെയ്യണ്ട അങ്ങനത്തെ പോസ്റ്റർ ഒക്കെ. പോസ്റ്റർ ഇമേജസ് വേണം കറക്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇമേജസ് വേണം. ആ ഒരു ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് വരച്ച് ഇമേജസ് ഒക്കെ എന്ത് ചെയ്ത് ഒട്ടിച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചെയ്താട്ടാ. എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ടോ എന്ത് കോഴ്സ് ആയാലും കുഴപ്പമില്ല. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്ക്, നല്ല കോഴ്സ് ഒക്കെ കിട്ടും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ അതെന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഓക്കെ അല്ലേ മാം? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതി ഏതെല്ലാം രീതിയിലാണ് മലിനമാക്കപ്പെടുന്നതെന്ന് അതിന്റെ പിക്ചേഴ്സ് ആണോ നമ്മൾ ചെയ്യേണ്ടത്? അതാണ് പിക്ചേഴ്സ് ആണ്. അല്ലെ, അതിന്റെ പിക്ചർ ഏതെല്ലാം രീതിയിലാണ് മലിനമാക്കപ്പെടുന്നത് ആ ഇതിന്റെ പിക്ചേഴ്സ് ചെയ്യല്ലേ? എന്നിട്ട് അതിന് ഒരു ഇതുപോലെ കൊടുക്കണം, ഒരു സന്ദേശം പോലെ ഒരു സന്ദേശം പോലെ കൊടുക്കണം. സ്റ്റോപ്പ് പൊല്യൂഷൻ, സേവ് എർത്ത് എന്നോ അങ്ങനെ നമ്മുടെ ഭൂമിനെ രക്ഷിക്കൂ എന്നുള്ളൊരു മീനിങ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് മനസ്സിലാണോ ചെയ്യേണ്ടത്? അതോ ചീറ്റിലാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? ചാർട്ടിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ചാർട്ടിലാവുമ്പോൾ നമുക്ക് കുറെ പിക്ചേഴ്സ് ഒട്ടിക്കാനായിട്ട് വരും. അപ്പൊ അത് ചാർട്ടിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ മാൻ ആൻഡ് എൻവയോൺമെന്റ് ലാസ്റ്റ് ക്ലാസ്സിൽ മാൻ ആൻഡ് എൻവയോൺമെന്റ് ഞാൻ എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണ് ആക്ടിവിറ്റി ക്ലാസ് റൂമിൽ ഇടൂലേ? ക്ലാസ് റൂമിൽ ഇടണോ? പകുതി പിള്ളേരൊന്നും ഇല്ലല്ലോ, 26 പിള്ളേരല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്തേക്കട്ടോ. ഒത്തിരി പേര് കാണാത്തവരുണ്ട്, ഗ്രൂപ്പ് വായിക്കാത്തവർ തന്നെ ഉണ്ട്. ഗ്രൂപ്പിൽ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഈ ബിസി ആവണവരുണ്ടല്ലോ, ഈ ജോലി തിരക്കൊക്കെ കൊണ്ട് ബിസി ആവണവരുണ്ടല്ലോ, അവര് ചിലപ്പോ ഗ്രൂപ്പ് തന്നെ നോക്കലില്ല. നമ്മൾ അല്ലാണ്ട് പറയലുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ, ഇന്ന ആക്ടിവിറ്റി ഇന്ന മിസ് പറഞ്ഞു, ഇന്ന ദിവസം സബ്മിറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നിർദ്ദേശം അന്നന്ന് കൊടുക്കാറുണ്ട്. കുഴപ്പമില്ല, ഞാനൊരു ക്ലാസ് റൂമിൽ ഇടാൻ പറയാം. പോസ്റ്റർ സബ്മിറ്റ് ചെയ്യേണ്ടത് ക്ലാസ്സിലാണ്, നമ്മുടെ ക്ലാസ് റൂമിലല്ല, ഗൂഗിൾ മീറ്റിലല്ല കേട്ടോ. ക്ലാസ് റൂമിൽ പ്രസന്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മുമ്പ് പോയൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ടായിരുന്നില്ലേ, പ്ലക്കാർഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറ്, അതേപോലെ പ്രസന്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വീക്കിലേക്കാണ് നിങ്ങളത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോ ക്രിസ്മസ് ആവൂലോ? ക്രിസ്മസ് ആവൂല്ലേ? അപ്പൊ ക്രിസ്മസിന്റെ അടുത്ത ദിവസം ക്ലാസ് ഇല്ലാന്നാണ് തോന്നുന്നത്. അന്നാണ് എന്റെ ക്ലാസ് വരുന്നത്. ഇന്നത്തെ നെക്സ്റ്റ് വീക്ക് ആവുമല്ലോ, അടുത്ത വീക്ക് കൂടി പോകും. ഓക്കെ, നിങ്ങള് പ്രിപ്പയർ ചെയ്ത് വെച്ചു. കാരണം ചിലപ്പോ ഞാൻ ഫ്രൈഡേ ചിലപ്പോ കയറും. അത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചോട്ടെ. ബിസി ആവുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പൊ ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. അപ്പൊ മെറി ക്രിസ്മസ്. ഓൾ Same to you, Miss. Okay. Thank you all.
സൈൻ ഔട്ട് പറയുന്നുണ്ടോ? സൈൻ ഔട്ട് പറയുന്നുണ്ടോ? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ആരും തയ്യാറായി വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പ്രെയറും പറയും, ഞാൻ തന്നെ സൈനിങ് പറയും, ഞാൻ സൈൻ ഔട്ട് പറയും. അടുത്ത ക്ലാസ്സിൽ നോക്കട്ടെ. ആ ടീം ലീഡേഴ്സിനൊക്കെ സെലക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഞാൻ തന്നെ എല്ലാ കാര്യവും പറയാം. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് ഇതില്ലല്ലോ, സംസാരിക്കാനുള്ള കഴിവില്ല, ഞാൻ അങ്ങോട്ട് വിചാരിച്ചോളാം. ഞാൻ പറയാം മാം. സൈൻ ഔട്ട്. പറഞ്ഞോ. ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിന് നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകളും ക്രിസ്മസും നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട് സഹദൂന. Okay, thank you. Thank you, ma'am. Thank you.